അസ്സലാമലൈക്കും. എവറി ഡേ ഈസ് എ ന്യൂ ബിഗിനിങ്. ഇന്ന് നമ്മൾ പോകുന്നത് മദീന പള്ളിയിലോട്ടാണ്. ഹോസ്റ്റലിൽ നിന്നും 10 മിനിറ്റ് ദൂരമാണ് ഉള്ളത്. വണ്ടിയിലും പോകാം, പക്ഷേ ഞങ്ങൾ നടക്കാൻ തീരുമാനിച്ചു. മിക്കവാറും ദിവസങ്ങളും ഞങ്ങൾ നടന്നാണ് പോകുന്നത്. കാരണം ഈ വഴിയെല്ലാം നല്ല രസമാണ്. ഇരു സൈഡും ഇരുനില കെട്ടിടങ്ങൾ, പിന്നെ കുറേ കാറൊക്കെ ഇവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരതാണ്. ഇത് ഗൈസ് നോക്ക്, ഇത് ഏതോ ഒരു അറബീൻ്റെ വീടാന്ന് തോന്നുന്നു. ഇവിടെ നല്ല രസമാണ് ഈ പൂക്കൾ ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിന്ന് കാണാൻ. അങ്ങനെ കടലാസ് പോലെ കുറച്ച് തലോടി 2-3 ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ഞങ്ങൾ പിന്നെയും നടക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഈ പോകുന്ന വഴിയാണ് ഇത് കുബ. ഇതിൻ്റെ നേരെ എൻ്റെ ബാക്കിലോട്ട് പോയാൽ കുബ പള്ളിയിലോട്ട് പോവാം, ഫ്രണ്ടിലോട്ട് നടന്നാൽ മദീന പള്ളിയാണ്. അപ്പോൾ ഇരുന്ന് സൈഡുകളിലും 2-3 ഷോപ്പ്, അവിടെ കയറി ഓരോന്ന് നോക്കി. ഹായ്, നല്ല രസമാണ്. ഗേൾസിന് പറ്റിയ കളക്ഷനൊക്കെ ഉണ്ട് ഇവിടെ. ഇയറിങ്സൊക്കെ അടിപൊളിയാണ്. ഇത് മതപരമായുള്ള ഐറ്റംസാണ്. ഇപ്പോൾ നമ്മൾ പുരക്കൊക്കെ ഷോക്കേസിൽ വെക്കാനും നിസ്കാര റൂമിലൊക്കെ വെക്കാനൊക്കെ പറ്റിയ നല്ല നല്ല കാബേൻ്റെ ഫോട്ടോ ആയാലും ഇത് ഒന്നും കൂടെ ഭംഗി. ഇതൊക്കെ നേരിട്ട് കാണുമ്പോഴാണ് ഏറ്റവും അധികം ഭംഗി തോന്നിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഇതിനൊക്കെ ഭംഗി നോക്കി വീണ്ടും നടന്ന്. ഇതെൻ്റെ കൂട്ടുകാരി, എൻ്റെ ബെസ്റ്റിയാണ്. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെയൊക്കെ റേറ്റൊക്കെ നോക്കി വീണ്ടും നടന്ന്. ഇതാണ് ഇവിടുത്തെ പ്രാവുകൾ. ഇവിടുത്തെ ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മദീനപ്പള്ളീൻ്റെ ഏത് ഭാഗത്തൂടെ നടന്നാലും നമുക്ക് ഒരുപാട് പ്രാവുകളെ കാണാം. ഇത് ഞങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയൊരു വീഡിയോസാണ് ഗൈസ്. ഇതിൻ്റെ ഇവിടെയൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ടാവും 5 റിയാലും കൊണ്ട് ഈ ഗോതമ്പോ അരിയോ എന്തെങ്കിലും വിൽക്കാൻ, അല്ലെങ്കിൽ ഇതൊക്കെ ചിലർ വാങ്ങി ഇതാക്കും. അതിനെക്കാട്ടി നല്ലത് ഉംറയ്ക്ക് വരുമ്പോൾ കുറച്ച് ഗോതമ്പൊക്കെ ഉണ്ടാവുമല്ലോ, നമുക്കൊക്കെ റേഷൻ അവിടെയൊക്കെ കിട്ടി, അതൊക്കെ കൈപ്പിടിച്ച് വരുന്നത് നല്ലതാണ്. എന്നാൽ ഇവർക്ക് അങ്ങ് ഇട്ട് കൊടുത്താലും അതൊരു പുണ്യമാണ്. അങ്ങനെ ഇതേ നടക്കുമ്പോൾ ഒരു പൂച്ച അതാ നേരെ വന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് നടന്ന ഇതേ 2 തട്ട് ബസ്. എനിക്ക് പണ്ട് എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ ടി വിയിലൊക്കെ കാണുമ്പോൾ ഇത് 2 നല്ല ബസ്സൊക്കെ. അങ്ങനെ അതും നോക്കിയതാ പള്ളിയിലേക്ക് എത്താനായി ഗൈസ്. ഞങ്ങൾ വീണ്ടും നടക്കുകയാണ്. കുറേ തീർത്ഥാടകരൊക്കെ അങ്ങ് നടന്ന് പോവുകയാണ്. അങ്ങനെ നടന്നിട്ട് ഈ പൂക്കളൊക്കെ നല്ല രസമാണ്. ഈ മഞ്ഞപ്പൂക്കളൊക്കെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കാണാൻ. ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനെ വേസ്റ്റ് ഭയങ്കര മാനേജ്മെൻറ്റാണ്, വേസ്റ്റ് മാനേജ്മെൻറ്റ്. അതുകൊണ്ട് നല്ല വൃത്തിയൊക്കെയാണ് പോകുന്ന സ്ഥലങ്ങളൊക്കെ. ഇതും ഒരു പള്ളിയാണ് ഗൈസ്. ഇതാണ് മദീന പള്ളി. അങ്ങനെ ഞങ്ങൾ പള്ളിയിലോട്ട് പോവുകയാണ്. ഞങ്ങൾ പോകുന്നത് ഒരു ളുഹറിൻ്റെ സമയത്ത്, ളുഹർ നിസ്കരിക്കാൻ വേണ്ടി കൂടിയാണ് ഞങ്ങൾ പോകുന്നത്. ഇത് ഡിസംബർ മാസം ആയതുകൊണ്ട് ഭയങ്കര തണുപ്പ്. ഈ കാണുന്ന വെയിൽ പോലെ ചൂടൊന്നുമില്ല. ഈ വെയിലായിട്ടും ഭയങ്കര തണുപ്പ്. അങ്ങനെ ഞങ്ങൾ സലാമൊക്കെ പറഞ്ഞ് പള്ളീൻ്റെ അകത്തേക്ക് കയറി. ഇവിടെ കുറേ പേര് ഉച്ചയാണ്ടാന്ന് തോന്നുന്നു, അത്ര പേരില്ല. ഒന്നാമത് തണുപ്പും കൂടിയാണ്. ഞങ്ങൾ ഈ തണുപ്പ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമസ്കരിച്ച് ഞങ്ങൾ മടങ്ങി ഗൈസ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.